ഊത്തുവേണുവിന് തക്കതായ മറുപടി കൊടുത്തിരിക്കുകയാണ് യുവരാജ് ഗോകുൽ. ഒന്ന് കേട്ടു നോക്കൂ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട് ബി ജെ പിയോട്. അത് മതേതര കേരളത്തിന്റെ നിലപാടാണ്. അതുകൊണ്ടാണ് ഈ പാർലമെന്ററി രംഗത്തേക്ക് ഒന്നും കയറ്റിവിടാത്തത്. ഇപ്പൊ ഇവർ ഘോഷിക്കുന്ന സുരേഷ് ഗോപിയുടെ വിജയം പോലും ആത്മാർത്ഥമായി രാഷ്ട്രീയ വിജയമാണ് എന്ന് ബി ജെ പി സ്വയമേവ കരുതുന്നില്ല. ഓ രാജഗോപാലിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നിരന്തര തോൽവിയുടെ അവസാനം ഉണ്ടാകുന്ന ഒരു സഹതാപം. അത് താങ്കൾക്ക് രാഷ്ട്രീയമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പറയാൻ ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. RSSന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രേയ ഒസബലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ്? അതിനെയാണ് അവിടെ ചോദ്യം ചെയ്തത്. അവിടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് പിണറായി വിജയന് അല്ലെങ്കിൽ CPM-നെ പ്രതിരോധിക്കാനുണ്ടാവും. ഞങ്ങൾ എന്തിനാ അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പോകും, കാണും. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് പരമമായ വിവരദോഷത്തരം. ഇപ്പൊ യുവരാജ് പറയുന്നതാണ് പരമമായ വിവരദോഷത്തരം. നിങ്ങൾ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറി ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നതാണ്. ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ആ രാഷ്ട്രീയ കേരളത്തില് BJPക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ള കാര്യം? പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല. കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ്. അല്ലല്ല, ആ രൂപത്തിൽ വർത്താനം പറയരുതേ. മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. യുവരാജ് മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. കേട്ടല്ലോ, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും. മനസ്സിലായോ? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം വ്യക്തിപരമായി എനിക്കെതിരെയല്ല, എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. അത് തിരുത്തിയില്ലാന്നുണ്ടെങ്കിൽ തിരിച്ചെത്താൻ എനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം. മനസ്സിലായോ? താനല്ല ഇവിടെ കേരളത്തിലെ BJPക്ക് തൊട്ടുകൂടായ്മ